Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something great for you today. ഇന്ന് കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Stay with us, watch the full episode. ഈ എപ്പിസോഡ് മുഴുവൻ മുടങ്ങാതെ കാണുക. And please do forward the link of this video to others. അത് മാത്രമല്ല ഈ വീഡിയോന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. Let's pray for the sponsors first. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യത്തെ നമ്മുടെ സ്പോൺസർ ആറ്റുപുറത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. Thank you so much. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ദൈവം നൽകിയ വിടുതലിനായിട്ട് കർത്താവ് എൻ്റെ നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. 2 മക്കളുടെയും ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, കുടുംബത്തിന് നല്ല ആരോഗ്യത്തിനായി വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ പത്തനംതിട്ടയിൽ നിന്ന് ഒരു വെൽവിഷർ തന്നെയാണ്. ഇന്ന് അവരുടെ മകൾ ബ്ലെസ്സിയുടെ 12ാമത്തെ ജന്മദിനമാണ്. Happy birthday, Blessy. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്ലെസ്സിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ എബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 10ാം ക്ലാസ്സിലെ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കട്ടെ. മക്കളുടെ നല്ല ഭാവിക്കായി സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ നിലമ്പൂരിൽ നിന്ന് മറ്റൊരു വെൽവിഷറാണ്. Thank you so much. ഇന്ന് അവരുടെ ജന്മദിനം കൂടിയാണ്. Oh, thank you so much and happy birthday. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകളെ അനുഗ്രഹിക്കുന്നു. തൻ്റെ മൂത്ത മകൾ നഴ്സിംഗ് ഇന്റർവ്യൂ പാസ്സാകുവാനും ജോലി ലഭിക്കുവാനും, 2ാമത്തെ മകൾക്ക് സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും, വീടും സ്ഥലവും വിൽപ്പന നടക്കുവാനും വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. അവരുടെ ജന്മദിനം കൂടിയാണെന്ന്. Happy birthday. കർത്താവെ, നീ അനുഗ്രഹിച്ചതിനായി നന്ദി. കാൽമുട്ടിന് സൗഖ്യം ലഭിക്കുവാനും, വെരിക്കോസ് അൾസർ പൂർണ്ണമായി സൗഖ്യമാക്കുവാനും, കുടുംബം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനും രക്ഷിക്കപ്പെടുവാനും, മക്കളുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും, ലഭിക്കുവാനുള്ള സാമ്പത്തികം കിട്ടുവാനുമായിട്ട് ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. We're going to worship the Lord right now. ഈ സമയത്ത് നമ്മൾ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാൻ And we പോകുകയാണ്. will come back for today's meditation. അതിനുശേഷം ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. Amen. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയുവാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ, എത്ര ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞല്ലോ. എന്നാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളൊന്ന് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ എന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ, തിരുഹിതം. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ. ഓ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ, ഓ ജയത്തോടെ ജീവിതം, ജയത്തോടെ ജയത്തോടെ ജീവിതം, ജയത്തോടെ ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ. ഹല്ലേലൂയ. All right, we have already started a message series on the Son of God.
ദൈവപുത്രൻ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സന്ദേശ പരമ്പര നമ്മൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. Yesterday we saw that people all over the world, people from different nations of the world, they wanted to know the Lord Jesus. ഇന്നലെ നമ്മൾ കണ്ട കാര്യം ഇതായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ യേശുവിനെ അറിയുവാനായിട്ട് താല്പര്യപ്പെടുന്നു, അവനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. And even today in our generation we want to know him. അതുമാത്രമല്ല ഇന്നും നമ്മുടെ തലമുറയിലും നാം അവനെ കൂടുതൽ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I know that you want to know him more. എനിക്കറിയാം നിങ്ങളും ഇതുപോലെ അവനെ കൂടുതലായിട്ട് അറിയാൻ So ആഗ്രഹിക്കുന്നു. don't miss any single episode of this message series. അതുകൊണ്ട് ഈ ഒരു സന്ദേശ പരമ്പരയിലെ ഒരു സന്ദേശം പോലും നിങ്ങൾക്ക് മാറിപ്പോകരുത്. Whatever you hear, just write it down നിങ്ങൾ എന്തൊക്കെയാണോ ഇവിടെ കേൾക്കുന്നത് അതെല്ലാം എഴുതിയെടുക്കുക. and contemplate upon it over and over again. അത് വീണ്ടും വീണ്ടും മറിച്ച് നോക്കി അതിനെക്കുറിച്ച് ധ്യാനിക്കുക, പഠിക്കുക. We are going to read 2 Peter chapter 1 ഇനിയിപ്പോൾ നമ്മൾ 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരിക. 1-ാം അധ്യായത്തിലേക്ക് വന്നാൽ and 16 to 18. അതിന്റെ 16 മുതൽ 18 വരെയുള്ള വേദവചനങ്ങൾ. For we did not follow cunningly devised fables when we made known to you the power and coming of our Lord Jesus Christ, but we were eyewitnesses of his majesty. ആമേൻ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. Yesterday we read from 1 John. ഇന്നലെ നമ്മൾ വായിച്ചത് 1 യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നായിരുന്നു. And John also was saying the same thing. We saw him with our own eyes and we touched him. We knew him closely. യോഹന്നാനും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങളുടെ സ്വന്തം കൈകൾ കൊണ്ട് ഞങ്ങൾ അവനെ തൊട്ടു, ഞങ്ങൾ അവനോട് ഏറ്റവും അധികം ഇടപഴകി എന്നൊക്കെ. And Peter and John and James, these 3 disciples were in the inner core of the disciples. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 ശിഷ്യന്മാർ ബാക്കി 12 ശിഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തരായി അവർ ഏറ്റവും ഇന്നർ കോർ എന്ന് വിളിക്കാവുന്ന വിധത്തിൽ ഏറ്റവും യേശുവിനോട് അടുപ്പമുള്ള 3 ശിഷ്യന്മാരായിരുന്നു. And John is saying the same thing, Peter is saying the same thing. They are now eyewitnesses of his majesty. ഇപ്പോൾ യോഹന്നാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പത്രോസും പറയുന്നത്. അതുകൊണ്ട് ഇവർ അവന്റെ മഹിമ കണ്ട അല്ലെങ്കിൽ അവന്റെ ദൃക്സാക്ഷികളാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. Verse number 17:4, he received from God the Father honor and glory when such a voice came to him from the excellent glory, this is my beloved son in whom I am well pleased. ഇവൻ 17-ാമത്തെ വചനം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. So, you know the occasion when Jesus was baptized and when he came out of the water and when he was praying, they heard a great sound from heaven. Many people directly heard this voice from heaven. ഓർക്കുക, യേശു കർത്താവ് സ്നാനമേറ്റ സമയത്ത്, അത് നിങ്ങൾക്കറിയാവുന്ന ഒരു കഥയാണ്. ആ സമയത്ത് യേശു കർത്താവ് കേട്ട ശബ്ദമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതുപോലെ ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ട ഒത്തിരി ആളുകളുണ്ട്. So Peter was present physically when this event happened. ഈ ഒരു കാര്യം നടന്ന സമയത്ത് പത്രോസ് അവിടെ അക്ഷരാർത്ഥത്തിൽ തന്നെ താൻ അവിടെ സന്നിഹിതനായിരുന്നു. So what he says is, I am an eyewitness of his glory. അവന്റെ ആ അതിശ്രേഷ്ഠതയുടെ അല്ലെങ്കിൽ മഹത്വത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു ഞാൻ. And verse number 18, and we heard this voice which came from heaven when we were with him on the holy mountain. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. So even on another occasion they were on the Mount of Transfiguration and again they heard that voice. ഇതിപ്പോൾ മറ്റൊരു പർവ്വതത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്താ പറയുക മറുരൂപമലയിൽ വെച്ചിട്ട് നടന്ന സംഭവത്തിൽ ഇവിടെയും ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നു നിൽക്കുന്നവർ. So in different occasions actually they heard sound from heaven. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ദൈവത്തിന്റെ ശബ്ദം അവർ കേട്ടു. So Peter is saying
we directly saw his glory. ഇവിടെ ഇപ്പോൾ പത്രോസ് പറയുന്നത് ഞങ്ങൾ നേരിട്ട് അവന്റെ മഹിമ കണ്ടു. If you go to Luke chapter 9, ഇനിയിപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് verse വന്നാൽ number 32, Peter and his companions were very sleepy, but when they became fully awake, they saw his glory and the two men standing with him. 32-ാമത്തെ വചനം, പത്രോസും കൂടിയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. This was happening on Mount Tabor or on the Mount of Transfiguration. ഇത് സംഭവിച്ചിരിക്കുന്നത് താബോർ മലയിൽ വെച്ച് അല്ലെങ്കിൽ മറുരൂപ മല എന്ന പേരിൽ അറിയപ്പെടുന്ന മലയിൽ വെച്ചിട്ടാണ്. So these disciples had a privilege to closely associate with the Lord Jesus for more than 3 years. ഇപ്പോൾ ഈ ശിഷ്യന്മാർക്ക് യേശുവിനോടുകൂടെ ഏതാണ്ട് 3 വർഷത്തിലധികമുള്ള കാലഘട്ടത്തിൽ അടുത്ത് ഇടപഴകുവാനുള്ള അവസരം ലഭിച്ചു. Even after the resurrection of the Lord Jesus, they had a chance to meet up with him again and again for 40 days. അത് മാത്രമല്ല, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഏതാണ്ട് 40 ദിവസത്തോളം അവനുമായിട്ട് വീണ്ടും കൂടിക്കാഴ്ച നടത്തുവാൻ അവസരം ഇവർക്കുണ്ടായി. So all these disciples are eyewitnesses. അതുകൊണ്ട് ഈ എല്ലാ ശിഷ്യന്മാരും തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇതെല്ലാം കണ്ടവരാണ്, ദൃക്സാക്ഷികളാണ്. So they were not cunningly devising fables. അവർ ഒരിക്കലും ഒരു കൗശലത്തോടെ ഒരു നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു കഥ പറയുകയല്ല ചെയ്യുന്നത്. They were eyewitnesses. പകരം അവർ ദൃക്സാക്ഷികളാണ്. They knew Jesus more. അവർ യേശുവിനെ ഒത്തിരി അറിഞ്ഞു. So when we go through their writings also, we can know the Lord Jesus more. അവരുടെ ഈ എഴുത്തുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെയും നമുക്ക് അവർ കണ്ടെത്തിയ ആ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും. And there was a person called Saul in the New Testament, and he was against all the Christian churches. നമുക്ക് പുതിയ നിയമത്തിൽ ശൗൽ എന്ന പേരിൽ ഒരു വ്യക്തിയെ കാണാം. ക്രിസ്തീയ സഭകൾക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു. But he had a direct encounter with the Lord Jesus as he was traveling to Damascus. അദ്ദേഹം ദമാസ്കസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവുമായിട്ട് നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടായി. I am prophesying over you. You are also going to have some encounters like that. ഞാൻ നിങ്ങളെ നോക്കി ഇപ്പോൾ പ്രവചിക്കുകയാണ്, നിങ്ങൾക്കും ഇതുപോലെ യേശുവുമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളുള്ള അവസരങ്ങൾ കർത്താവ് തരാൻ പോകുകയാണ്. That one encounter in the life of Saul, who became Paul later, changed his whole life. ഇത് ഇപ്പോൾ ആ ഒരൊറ്റ കൂടിക്കാഴ്ച ശൗൽ എന്ന പേരുള്ള വ്യക്തിയെ പൗലോസാക്കി പിന്നത്തെ കാലത്ത് മാറ്റി തിരിച്ചു. See, people are chasing after different kinds of knowledge these days. ഈ ദിവസങ്ങളിൽ ജനങ്ങൾ പല തരത്തിലുള്ള ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി അതിന്റെ പുറകിൽ ഓടുകയാണ്. Some people want to acquire more knowledge about new technologies. ചില ആളുകൾക്ക് പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. Some are after some other knowledge. എന്നാൽ ചില ആളുകളാകട്ടെ മറ്റു പല ജ്ഞാനത്തിന്റെ പുറകെ So പോകുന്നു. people are going after different branches of knowledge. അതുകൊണ്ട് ജനങ്ങൾ ജ്ഞാനത്തിന്റെ വ്യത്യസ്തമായ ശാഖകളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. But when we come to Philippians chapter 3, എന്നാൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം വന്നാൽ verses 7 through 11, അതിന്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങൾ, Paul is stating something here. ഇവിടെ ചില കാര്യങ്ങൾ പൗലോസ് പരാമർശിക്കുന്നുണ്ട്. He says, but whatever gains to me, I now consider loss for the sake of Christ. 7-ാമത്തെ വചനം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. Verse number 8, what is more? I consider everything a loss because of the surpassing worth of knowing Christ Jesus my Lord, for whose sake I have lost all things. 8-ാമത്തെ വചനം, അത്രയുമല്ല എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്നെണ്ണുന്നു. Verse number 9, and be found in him, not having a righteousness of my own that comes from the law, but that which is through faith in Christ, the righteousness that comes from God on the basis of faith. Amen. 9-ാമത്തെ വചനം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു.
In verse number 10, he again says, I want to know Christ. Yes, to know the power of his resurrection and participation in his sufferings, becoming like him in his death, and so somehow attaining to the resurrection from the dead. 10-11 വചനങ്ങൾ. അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നുണ്ടെന്നു. Oh, these are amazing verses. ഈ വചനങ്ങളൊക്കെ വളരെ അത്യത്ഭുതകരമായിട്ടുള്ള വചനങ്ങളാണ്. This reflects the passionate love, the passionate chasing he had after knowing Christ. യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം, യേശുവിനെ മനസ്സിലാക്കിയതിനു ശേഷം ഉണ്ടായിരുന്ന പൗലോസിന്റെ ജീവിതത്തിലെ തീവ്രമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ ഒക്കെയാണ് ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. When I had an analysis of the things in this scripture portion, ഈ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വ്യക്തമായി പഠിച്ചപ്പോൾ I got 10 things that he is stating here. ഇവിടെ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന 10 കാര്യങ്ങളെ എനിക്ക് കണ്ടെത്താൻ You can സാധിച്ചു. also write this down. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയെടുക്കാം. Number 1, whatever gains in his life, Paul considered loss for the sake of Christ. എന്തൊക്കെ പൗലോസ് തന്റെ ജീവിതത്തിൽ ലാഭം എന്നെണ്ണിയിട്ടുണ്ടോ അതെല്ലാം ക്രിസ്തു യേശു നിമിത്തം ഛേദം എന്നെണ്ണി. Can you do that? നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും? Can we do that? There are so many things that are gains in our lives. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉളവാകാറുണ്ട്. But for the sake of Christ, are you willing to make it a loss? എന്നാൽ ക്രിസ്തുവിനെ നിമിത്തമായിട്ട്, ക്രിസ്തുവിന്റെ നാമം നിമിത്തമായിട്ട് ഈ കണ്ടെത്തിയ നേട്ടങ്ങളെല്ലാം തന്നെ ഛേദമെന്നെണ്ണി മാറാൻ നിങ്ങൾക്ക് I know സാധിക്കും. many people in person, because of some of the gains that they are getting in life, they are not willing to follow Christ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ അവർ നേടിയെടുത്ത ചില നേട്ടങ്ങൾ നിമിത്തം, ആ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ, അതിൻ്റെ പകിട്ടിൽ ഒരിക്കലും ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിനെ അറിയാത്ത വിധത്തിൽ ജീവിക്കുന്നവരെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. Number 2, Paul saw there was surpassing worth in knowing Christ. അതുമാത്രമല്ല, ക്രിസ്തുവിനെ അറിയുന്നതിൽ വലിയ അളവറ്റ മൂല്യമുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം പൗലോസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. He valued the knowledge of Christ, knowledge about Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ അറിവിൽ, ആ ജ്ഞാനത്തിന് അവൻ വലിയ മൂല്യം കൽപ്പിച്ചിരിക്കുകയാണ്. Number 3, Paul lost all things for the sake of Christ. മൂന്നാമതായിട്ട് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി സകലതും അവൻ നഷ്ടപ്പെടുത്തി. Are you ready to make a loss for the sake of Christ? ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾ തയ്യാറാണോ? Number 4, Paul considered all things garbage that he may gain Christ. അതുമാത്രമല്ല, നാലാമത്തെ കാര്യം, ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി സകലത്തെയും പൗലോസ് ചവറെന്നെണ്ണുകയാണ്. That means all the precious things he was valuing in his life, he put it in garbage box. അതിന്റെ അർത്ഥം തന്റെ ജീവിതത്തിൽ അതുവരെ വളരെ വിലപ്പെട്ടത്, വിലയേറിയതെന്ന് കരുതിയതൊക്കെ ഇപ്പോൾ മാലിന്യക്കൊട്ടയിലേക്ക് അവൻ ഇട്ടിരിക്കുകയാണ്. Number 5, Paul wanted to be found in Christ. അതുമാത്രമല്ല, അഞ്ചാമതായിട്ട് പൗലോസ് താൻ ക്രിസ്തുവിൽ ഇരിക്കേണ്ടതിനെ കുറിച്ച് താൻ ആഗ്രഹിക്കുന്നു. Number 6, Paul wanted to have a righteousness through faith in Christ. അത് അടുത്തത്, ആറാമത്തെ കാര്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം തനിക്ക് നീതി ലഭിക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. He was not at all depending on his own works to be righteous, to be found as a righteous man before God. ദൈവത്തിന്റെ മുൻപാകെ ഒരു നീതിമാനായി തീരുവാൻ, നീതി പ്രവൃത്തിയുള്ള വ്യക്തിയായി തീരുവാൻ താൻ അതുവരെ ചെയ്ത പ്രവൃത്തികളാൽ നടക്കും എന്ന് താൻ കരുതുന്നില്ല, താൻ വിശ്വസിക്കുന്നില്ല. Number 7, Paul wanted to know Christ by experiencing the power of his resurrection. അതുമാത്രമല്ല, പൗലോസ് തൻ്റെ ആ നീതി താൻ അനുഭവിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന യേശുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടാണ്. And 8, Paul wanted to participate in the sufferings of Christ. എട്ടാമതായിട്ട് പൗലോസ് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ
കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നു. That's why all around the world he was going as a missionary and he was suffering a lot of persecution for Christ. അതിന്റെ അർത്ഥം ലോകമെമ്പാടും ഒത്തിരി ആളുകളുടെ ഇടയിലൂടെ ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ഉപദ്രവങ്ങൾ ഒക്കെ താൻ സഹിച്ചിരുന്നു. And number 9, Paul wanted to become like Christ in his death. അത് മാത്രമല്ല ക്രിസ്തുവിനെ പോലെ തന്നെ മരിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. And number 10, finally, Paul wanted to attain the resurrection from the dead somehow. അത് മാത്രമല്ല മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനം ഏത് വിധേനയും പ്രാപിക്കണമെന്നും പൗലോസ് So ആഗ്രഹിക്കുന്നു. 10 things he is mentioning in the scripture portion, all focusing to know Jesus in a deeper level. ഇവിടെ ഈ 10 കാര്യങ്ങളിലൂടെ യേശുവിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് യേശുവിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ്. I believe in 2021 the Lord is going to help all of us to know Jesus the Lord in a deeper level. ഈ 2021 നാം എല്ലാവരും തന്നെ യേശുവിനെ അല്പം കൂടെ ആഴത്തിൽ മനസ്സിലാക്കുന്നവരായി തീരുമെന്ന് ഞാൻ കരുതുന്നു. Do you have that deep desire inside of you? നിങ്ങളുടെ അകത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ആഴത്തിലുള്ള ഒരു ആഗ്രഹമുണ്ടോ? To get anything in life, the first thing that you need is not money or not resources, but a desire. ഓർക്കുക, ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യമേ വേണ്ട കാര്യം പണമോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല, ആഴത്തിലുള്ള ഒരു ആഗ്രഹമാണ്. Hallelujah. ഹല്ലേലൂയ. I'm going to read one more scripture portion from Philippians chapter 3 itself, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം കൂടെ വായിക്കാൻ ഞാൻ 4 താല്പര്യപ്പെടുന്നു. to 6. അതിന്റെ 4 മുതൽ 6 വരെയുള്ള വേദവചനങ്ങൾ. Paul is now writing here, though I myself have reasons for such confidence, if someone else thinks they have reasons to put confidence in the flesh, I have more. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. Number 5, circumcised on the 8th day of the people of Israel, of the tribe of Benjamin, a Hebrew of the Hebrews, in regard to the law, a Pharisee. Number 6, as for zeal, persecuting the church, as for righteousness based on the law, faultless. 5-ാമത്തെ വചനം, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ. 6-ാമത്തെ വചനം, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. Do you know a fact that so many privileges that we enjoy, so many blessings that we have in life, the achievements that we have, the accolades and everything that we have positively in life can hinder us from knowing Christ. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല മേഖലകളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ യേശു ക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കുന്നതിൽ നിന്ന് ഒരു മറവായി അതിന് മാറുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? Paul is now listing 7 things that was hindering him from knowing Christ. യേശുവിനെ അറിയുന്നതിൽ നിന്ന് തനിക്ക് മറവായി നിൽക്കുന്ന, തടസ്സമായി നിൽക്കുന്ന 7 കാര്യങ്ങൾ ഇവിടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പൗലോസ് പറയുകയാണ്. When I'm giving you this list, you can write it down. At the same time, you can make this a checklist to check your own life, examine your own life if any of these things are hindering you from knowing Christ on a personal way and also intimately in a deeper level. ഓർക്കുക, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് നിൽക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ മാറ്റി യേശുവിനെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന നിലവാരത്തിലേക്ക് നമുക്കും എത്തിച്ചേരാൻ സാധിക്കും. Number 1, he was circumcised on the 8th day. ഒന്നാമതായിട്ട് 8-ാം നാളിൽ അവൻ പരിച്ഛേദന ഏറ്റവനായിരുന്നു. For Jewish people, that was a must. Circumcision was a must for all the children, babies on the 8th day, not on the 7th day, not on the 9th day, on the 8th day. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ യഹൂദ ബാലന്മാരും അവർ ജനിച്ചതിന്റെ 8-ാം ദിവസം, 7-ാം ദിവസവും ആകരുത്, 9-ാം ദിവസവും ആകരുത്, 8-ാം ദിവസം പരിച്ഛേദന കഴിപ്പിക്കണം എന്നുള്ളത് അവരുടെ ഒരു നിയമമാണ്. So that way he was perfect. This shows
traditional barriers. ഇത് ഈ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പൂർണ്ണനാണ്. ഇത് കാണിക്കുന്നത് പാരമ്പര്യമായിട്ടുള്ള ചില തടസ്സങ്ങളെയാണ്. Number two, he was from the people of Israel. രണ്ടാമതായിട്ട് നാം കാണുന്നു അവൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. Many people have patriotic barriers in coming to Christ. ഒത്തിരി പേർക്കും രാജ്യസ്നേഹത്തിന്റെ ചില കാര്യങ്ങൾ അവർക്ക് യേശുവിലേക്ക് വരുന്നതിന് തടസ്സമായി He was തീരാറുണ്ട്. always boasting that he was an Israelite. കാരണം ഇവിടെ അദ്ദേഹം ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ എന്ന പേരിൽ അദ്ദേഹം അഭിമാനിക്കുന്ന വമ്പ് പറയുകയാണ്. Number three, he was from the tribe of Benjamin. മൂന്നാമതായിട്ട് അവൻ ബെന്യാമിൻ ഗോത്രക്കാരനാണെന്ന് That പറയുന്നു. was a tribal barrier. അത് അവന്റെ ഗോത്രപരമായ പശ്ചാത്തലമാണ് Many കാണുന്നത്. people even today, they are boasting about their tribes. I am from this kind of this family, or I am from this kind of a tribe. ഒത്തിരി ആളുകളും അവർ വന്നിട്ടുള്ള പൂർവ്വ പശ്ചാത്തലം ഓർത്തിട്ട് ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നാണ്, ഇന്ന ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ അഭിമാനിക്കുന്നു. And then he says he was a Hebrew of the Hebrews. അതിനുശേഷം പറയുന്നു ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാകുന്നു. He was a pure breed of Hebrew. അദ്ദേഹം എബ്രായനിൽ നിന്ന് ജനിച്ച ഒരു എബ്രായൻ തന്നെയാണ്. Many things are involved there. He was about the Hebrew community. He was boasting about the Hebrew community and also Hebrew language. ഇപ്പോൾ താൻ ആ ഹീബ്രു വിഭാഗക്കാരുടെ അല്ലെങ്കിൽ ആ യഹൂദ ആളുകളുടെ കാര്യത്തിൽ ആ യഹൂദൻ എന്ന നിലയിൽ താൻ വളരെയധികം അഭിമാനിക്കുന്നു. Number five, he was a Pharisee in regard to the law. അഞ്ചാമതായിട്ട് ന്യായപ്രമാണം സംബന്ധിച്ച് അയാൾ പരീശനാകുന്നു. That was a strict religious barrier. അത് വളരെ കർശനമായി നിലനിൽക്കുന്ന ഒരു മതപരമായ തടസ്സമാണ്. Number six, he persecuted the church because of his religious zeal. ആറാമത്തെ കാര്യം ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. This is fanaticism. ഇത് മതഭ്രാന്താണ്. At number seven, he was faultless as for the righteousness based on the law. ഏഴാമത്തെ കാര്യം ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അയാൾ അനന്യനാണ്. That means he had a thinking of self-righteousness. അതിന്റെ അർത്ഥം സ്വയം നീതിമാൻ എന്ന് കരുതുന്ന ഒരു ചിന്താഗതി So തനിക്കുണ്ടായിരുന്നു. all these things were positively good in a worldly point of view, but all these things actually hindered him from knowing Christ. എന്നാൽ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ലോകപരമായി ചിന്തിക്കുമ്പോൾ ഒരു നല്ല മനുഷ്യൻ എന്ന് ചിന്തിക്കാവുന്ന നല്ല കാര്യങ്ങളായിട്ടാണ്, അതിനെല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് കണക്ക് കൂട്ടുന്നതെങ്കിലും ഈ കാര്യങ്ങളെല്ലാം തന്നെ യേശുവിനെ അറിയുന്നതിൽ നിന്ന് ഒരു വലിയ തടസ്സമായി തീരുന്ന കാര്യങ്ങളാണ്. Even today, people are boasting about their language, boasting about their nationality, boasting about their tribe, boasting about their tradition, boasting about their religion, boasting about their families, their aristocracy and such things. ഇന്നും ജനങ്ങൾ അവർ സംസാരിക്കുന്ന ഭാഷ, അവരുടെ രാജ്യം, അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ നല്ല നല്ല നേട്ടങ്ങൾ, ഇതിനെ ഓർത്തിട്ട് അവർ അഭിമാനിക്കുന്നു. I'm speaking from my heart, എന്റെ ഹൃദയത്തിൽ നിന്നാണ് not from സംസാരിക്കുന്നത്, my mouth. എന്റെ വായിൽ നിന്നല്ല. I'm asking you directly. ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്, Which are the things that are hindering you right now from coming to Christ? ക്രിസ്തുവിലേക്ക് വരുന്നതിന് തടസ്സമായി നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം തടസ്സങ്ങളാണുള്ളത്? What are the things that are really preventing you from going to a deeper level, intimate relationship with the Lord? കർത്താവുമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? Go through this checklist ഈ ചെക്ക് ലിസ്റ്റിലൂടെ കടന്നു പോവുക, and find out അതിനുശേഷം കണ്ടെത്തുക, and count it a loss. അതിനെ ഒരു നഷ്ടമാക്കി തന്നെ കണക്ക് കൂട്ടുക. You should be ready to throw any of these privileges and blessings so that you can know Christ more. ഓർക്കുക, ഈ നേട്ടങ്ങളെയും ഈ അവകാശങ്ങളെയും എല്ലാം തന്നെ ക്രിസ്തുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് ക്രിസ്തുവിനെ നേടുവാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുക. And finally, Paul is saying, take all these things, but give me Jesus. എന്നിട്ട് ഒടുവിൽ പൗലോസ് പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊള്ളുക, എന്നിട്ട് എനിക്ക് യേശുവിനെത്താം. I don't want my tradition or religion or fanaticism or aristocracy. Take everything, but I need only my Jesus. എൻ്റെ ഭാഷ, എൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിമാനങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ മതഭ്രാന്ത്, എൻ്റേതെന്ന് പറയുന്ന വലിയ നേട്ടങ്ങൾ എല്ലാം എടുത്തുകൊള്ളുക, എനിക്ക് എൻ്റെ യേശുവിനെ തരിക, ഞാൻ അവനെ നന്നായി കൂടുതൽ മനസ്സിലാക്കട്ടെ. Many people today, they will forsake Christ to get all these human worldly
temporary things. എന്നാൽ ഇന്ന് ഒത്തിരി ആളുകളും ഈ ഭൂമിയിലുള്ള മാനുഷികമായ താൽക്കാലികമായ ഈ കാര്യങ്ങൾക്കും ജ്ഞാനത്തിനും വേണ്ടിയിട്ട് യേശുവിനെ അറിയുന്നതിൽ നിന്ന് അവർ മാറി I'm നിൽക്കുകയാണ്. going to pray for you right now. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ Take a പോകുകയാണ്. decision right now. ഇപ്പോൾ നിങ്ങൾ ഒരു തീരുമാനമെടുക്കാൻ തുടങ്ങിയാലും Pray this prayer after me. എനിക്ക് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, Lord Jesus, കർത്താവായ യേശുവേ, I receive you ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു as the most important person in my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി. And I am ready to forsake anything to gain you, O Lord. കർത്താവെ, അങ്ങയെ കിട്ടുവാൻ വേണ്ടി, അങ്ങയെ ലഭിക്കാൻ വേണ്ടി എന്തും വിട്ടുകളയാൻ, എന്തും കളയാൻ ഞാൻ തയ്യാറാണ് കർത്താവ്. Stretch forth your hands right now. ഈ സമയത്ത് നിങ്ങളുടെ കൈകൾ നീട്ടിപ്പിടിച്ചു. Father Lord, I pray that you may heal everyone who is sick in their physical bodies right കർത്താവെ, now. ഓരോ വ്യക്തിയുടെയും ശരീരത്തിലുള്ള രോഗങ്ങൾ പരിപൂർണമായിട്ട് സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father, from the top of their head to the soles of their feet, let them be healed right now. ആമേൻ. ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെയും കർത്താവെ, ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ Receive your healing right now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സൗഖ്യത്തെ In പ്രാപിച്ചെടുത്താലും Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. I know the Lord Jesus has healed you. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. These days, attend every episode without even missing one. ഒരു എപ്പിസോഡ് പോലും ഒഴിവായി പോകാതെ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ And കാണുക. promise to me that you will be forwarding these links to others also. അത് മാത്രമല്ല, ഇതിന്റെ ലിങ്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. And just teach others what you are learning from here. ഇവിടെ നിന്ന് നിങ്ങൾ പഠിച്ചത് എന്താണോ അത് മറ്റുള്ളവരെ പഠിക്കുവാൻ തുടങ്ങുക. God bless you all. See you tomorrow. Bye-bye. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം കരയിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ എന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെ പണിയുക പരനെ, തിരുഹിതം. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ കരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം. ആത്മസന്തോഷം, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ. ഓ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം കരയിൽ ഞാൻ, ഓ ജയത്തോടെ ജീവിതം. ജയത്തോടെ, ജയത്തോടെ ജീവിതം, ജയത്തോടെ, ജയത്തോടെ ജീവിതം.